السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. പ്രിയമുള്ള സഹോദരന്മാരെ, എല്ലാവരിലും അള്ളാഹുവിന്റെ രക്ഷയും കരുണയും സദാ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂറത്ത് കഹ്ഫിലെ ശ്രദ്ധേയമായ ഒരായത്ത് വിശദീകരിച്ചു. ഇനി അതിനോട് ചേർന്ന് വരുന്ന ആയത്ത് മാ അഷ്ഹത്തും ഖൽഖസ് സമാവാതി വൽ അർദ് വലാ ഖൽഖ അൻഫുസിഹിം വമാ കുൻതു മുത്തഖിദൽ മുദില്ലീന അളുദ. ഈ ആയത്താണ് ഇൻഷാ അല്ലാഹ് ചെറിയ രൂപത്തിൽ നമ്മൾ ഇന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. മാ അഷ്ഹത്തും ഖൽഖസ് സമാവാതി വൽ അർദ്. ഇവിടെ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു മനുഷ്യനോട് എങ്ങനെയാണ് നിങ്ങളുടെ പിതാവിനെ വഴിപിഴപ്പിച്ച അല്ലെങ്കിൽ പിതാവിനെ വഞ്ചിച്ച ഇബ്ലീസിനെയും അല്ലെങ്കിൽ പിശാച്ചിനെയും പിശാച്ചിന്റെ കൂട്ടാളികളെയും നിങ്ങൾക്ക് എങ്ങനെയാണ് അള്ളാഹുവിനെ കൂടാതെ മിത്രങ്ങളാക്കി സ്വീകരിക്കാൻ കഴിയുന്നത് എന്ന ചോദ്യം അള്ളാഹു ഉന്നയിക്കുകയാണ് ഇതിന്റെ മുമ്പിൽ. അപ്പോ ആ ചോദ്യം ഉന്നയിക്കുന്നതിലൂടെ അള്ളാഹു മനുഷ്യനോട് അവന്റെ കാരുണ്യം പ്രകടിപ്പിക്കുകയാണ്. നിരന്തരം ഒരു മാതാവ് അല്ലെങ്കിൽ ഒരു പിതാവ് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്ന, അതിരറ്റ് ഒരു വ്യക്തിയെ ഉൾക്കൊള്ളുന്ന, സ്നേഹിക്കുന്ന ഒരാള് എങ്ങനെയാണോ ആ വ്യക്തിയെ ഉപദേശിക്കുകയും മുന്നറിയിപ്പ് വഴിപിഴച്ചു പോകാതിരിക്കാൻ ഏതെല്ലാം തരത്തിൽ ഉപദേശങ്ങൾ നൽകുകയും ചെയ്യുന്നുവോ അതുപോലെയുള്ള ഒരു ഉപദേശമാണ് അള്ളാഹു ഇവിടെ പിശാച്ചിനെ നിങ്ങൾ മിത്രങ്ങളായി സ്വീകരിക്കരുത് എന്ന രൂപത്തിൽ മനുഷ്യനെ ഉപദേശിക്കുന്നത്. അപ്പൊ അതിന് കാരണം അള്ളാഹു പറയാണ്, നിങ്ങളുടെ പിതാവിനെ എന്താക്കിയിട്ടുണ്ട്, വഴിപിഴപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനയിൽ നിന്ന് തെറ്റിക്കാനുള്ള ശ്രമം ഒരു വേള നടത്തിയവനാണ്. അതിനാൽ നിങ്ങൾ എന്താക്കണം, സൂക്ഷിക്കണം എന്ന് അള്ളാഹു ഇവിടെ ഉപദേശിക്കുകയാണ്. അതിന് ശേഷം അള്ളാഹു പറയുന്നത് മാ അഷ്ഹത്തും ഖൽഖസ് സമാവാതി വൽ അർദ്. നാം പിശാച്ചിനെ എന്താക്കിയിട്ടില്ല, സാക്ഷികളാക്കിയിട്ടില്ല. എന്തിന്? ഖൽഖസ് സമാവാതി വൽ അർദി, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിന്. വലാ ഖൽഖ അൻഫുസിഹിം, അവരുടെ തന്നെ സൃഷ്ടിപ്പിനും നാം എന്താക്കിയിട്ടില്ല, അവരെ സാക്ഷികളാക്കിയിട്ടില്ല. വമാ കുൻതു മുത്തഖിദൽ മുദില്ലീന, വഴിപിഴപ്പിക്കുന്ന ഇത്തരം ആളുകളെ അള്ളാഹു ഒരിക്കലും അതുതൻ സഹായികളായി സ്വീകരിക്കുകയുമില്ല. ഈ ആയത്ത് ഒരു മേൽപ്പരപ്പിലൂടെ നോക്കുമ്പോൾ നമുക്ക് ഒരു ചെറിയ ഒരു ആയത്തായി നമുക്ക് തോന്നുമെങ്കിലും ഈ സൂറത്തിലെ തന്നെ ശ്രദ്ധേയമായ ഒരു ആയത്താണ്. അല്ലെങ്കിൽ ഈ രണ്ടാം ഭാഗത്ത് മനുഷ്യന് സ്വയം അഹങ്കരിക്കുകയും ധിക്കരിക്കുകയും ധിക്കാരം പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന അപകടത്തെ സൂചിപ്പിക്കുന്ന സൂറത്ത് കഹ്ഫിലെ രണ്ടാമത്തെ ഭാഗത്തെ ചർച്ചയിലെ വളരെ ശ്രദ്ധേയമായ ഒരു ആയത്താണ്. മാ അഷ്ഹത്തും ഖൽഖസ് സമാവാതി വൽ അർദി വലാ ഖൽഖ അൻഫുസിഹിം വമാ കുൻതു മുത്തഖിദൽ മുദില്ലീന അളുദ എന്നുള്ള ഈ ആയത്ത് ഈ രണ്ടാം ഭാഗത്തിലെ വിഷയങ്ങളെ എല്ലാത്തിനെയും ഉൾച്ചേർത്ത് വെക്കുന്ന ഒരു ശ്രദ്ധേയമായ ഒരു ആയത്താണ്. അപ്പൊ ഇവിടെ ആരൊക്കെയാണ് അള്ളാഹു സാക്ഷികളാക്കാതിരുന്നിട്ടുള്ളത്? ഇപ്പോ പ്രത്യേകിച്ച് ഇവിടെ എടുത്തു പറയുന്നത് മാ അഷ്ഹത്തും ഖൽഖസ് സമാവാതി വൽ അർദി, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ ഇവരെ നാം സാക്ഷികളാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ എന്താണ് അള്ളാഹു ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്? അതുപോലെ തന്നെ ഇവരുടെ തന്നെ സൃഷ്ടിപ്പിനും നാം എന്താക്കിയിട്ടില്ല, ഇവരെ നാം സാക്ഷികളാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവിടെ 2-3 വിഷയങ്ങളെ അള്ളാഹു നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നുണ്ട്. നമ്മളും മനസ്സിലാക്കേണ്ട ചില വിഷയങ്ങൾ
ഇതുവരെ ഈ ആയത്ത് പിന്നെ എത്തി നിൽക്കുന്നതിന് മുമ്പുള്ള, നമ്മളിപ്പോ ഓതി വെച്ച ഈ ആയത്തുകൾക്ക് മുമ്പ് പറഞ്ഞു പോയ കുറേ കാര്യങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കി ഉൾക്കൊണ്ട് വായിക്കേണ്ട ഒരു ആയത്തായി അള്ളാഹു നമ്മളെ ഇവിടെ നമ്മളോട് പറയാതെ പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാല്, പിശാച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്തയിൽ കടന്നു വരുന്ന ഒരു രൂപവും ഭാവവും ചില ധാരണകളെല്ലാം ഉണ്ട്. എന്നാൽ നമ്മൾ തന്നെ ഈ ഇതിന്റെ മുകളിലുള്ള ആയത്തിനെ വിശദീകരിച്ചപ്പോൾ പറഞ്ഞതുപോലെ, വകദാലിക ജഅൽനാലി കുല്ലി നബിയ്യിൻ അദുവൻ ശയാത്തീനൽ ഇൻസി വൽ ജിന്നി, മനുഷ്യരിലും ജിന്നുകളിലും പെട്ട കുറെ പിശാചുക്കൾ അള്ളാഹു അമ്പിയാക്കന്മാർക്ക് ശത്രുക്കളാക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ ഇതിന്റെ മുമ്പ് ചില ആയത്തുകളെല്ലാം വിശദീകരിച്ചപ്പോ പറഞ്ഞുപോയി. അപ്പോ മനുഷ്യരിൽപ്പെട്ട ചില പിശാചുക്കളുണ്ട്, അഥവാ വഴി പിഴപ്പിക്കുന്ന. അവിടെ നോക്കൂ, വമാകുന്തു മുത്തഖിദൽ മുദില്ലീന അബുദ, വഴി പിഴപ്പിക്കുന്ന, മനുഷ്യനെ നേരായ ചിന്തയിൽ നിന്നും അവനെ തെറ്റിപ്പിക്കുന്ന ആളുകളെ അള്ളാഹു എന്താക്കൂല, അള്ളാഹു സഹായികളായി അള്ളാഹു സ്വീകരിക്കൂല എന്ന് പറയാം. അപ്പൊ ഇവിടെ മനുഷ്യന്റെ നിലവിലുള്ള ചിന്താധാരയെ, അല്ലെങ്കിൽ അവന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചുള്ള, പ്രപഞ്ചത്തെയും മനുഷ്യനെയും കുറിച്ചുള്ള, അവരുടെ സൃഷ്ടിപ്പിനെ കുറിച്ചുള്ള ചർച്ചയിൽ മനുഷ്യന് കാലങ്ങളായി മുഴുകിക്കൊണ്ടിരിക്കുന്നവനാണ്. അപ്പൊ എങ്ങനെയാണ് മനുഷ്യനുണ്ടായത് എന്ന് മനുഷ്യൻ പറയുന്നുണ്ട്. അപ്പോ ഒരു വിഭാഗത്തിന്റെ വാദം അവന് കുരങ്ങിൽ നിന്ന് ഉടലെടുത്തവരാണ് എന്നുള്ളതാണ് അവന്റെ വാദം. അപ്പൊ നമുക്കറിയാം, നമ്മൾ ചെറുപ്പത്തിലും പഠിച്ചു വന്ന ഒരു സംഭവമാണ്, കുരങ്ങിൽ നിന്നാണ് മനുഷ്യന് ഡാർവിൻ സിദ്ധാന്തം പഠിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രപഞ്ച സൃഷ്ടിപ്പിനെ കുറിച്ച് മനുഷ്യൻ എന്താകുന്നുണ്ട്, ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ മനുഷ്യന് അത് ഒരു ബിഗ് ബാങ് തിയറിയാണ്. അത് ഈ പ്രപഞ്ചം ഒരു ചെറിയ നെബുലയായിരുന്നു, അതിൽ നിന്ന് പൊട്ടിത്തെറിച്ച് പ്രപഞ്ചമുണ്ടായി എന്ന് മനുഷ്യന് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വാസ്തവത്തിൽ അള്ളാഹു പറയുന്നത്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലോ അല്ലെങ്കിൽ ഇവരുടെ തന്നെ സൃഷ്ടിപ്പിനോ നാം ഇവരെ സാക്ഷികളാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ, ഇന്ന് നടക്കുന്ന മനുഷ്യന്റെ ചർച്ചയെ കുറിച്ചെല്ലാം അള്ളാഹു ഇതിൽ ഗൗരവമുള്ള ഒരു ചർച്ച, ഒരു ചിന്ത നമുക്കിടയിൽ കൊണ്ടുവരികയാണ്. അപ്പൊ ഇവിടെ വളരെ ശ്രദ്ധാപൂർവം നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന്, മനുഷ്യന്റെ അറിവുകൾ എന്ന് പറയുന്നത്, മഅരിഫത്ത് എന്ന് പറയുന്നത് 3 തരത്തിലാണ്. ഒന്ന് ഹിസ്സി ആയിരിക്കും, അല്ലെങ്കിൽ പിന്നെ അമലി ആയിരിക്കും, അല്ലെങ്കിൽ അവനെ ഏതെങ്കിലും അറിവിലൂടെ ആയിരിക്കും, തൊട്ടുകൊണ്ടുള്ള അറിവ്, അല്ലെങ്കിൽ ആരിൽ നിന്നെങ്കിലും അറിഞ്ഞുകൊണ്ടുള്ള ഒരു അറിവ്, അല്ലെങ്കിൽ പിന്നെ അവന് സ്വയം അമലിയായിട്ട് ഉള്ള അവന്റെ അറിവ്, അല്ലെ? അതിനെന്തൊക്കെ നമ്മൾ പറയാം, തൊട്ടറിവ്, പിന്നെ കണ്ടറിവ്, കേട്ടറിവ്. ഇങ്ങനെ മനുഷ്യന് 3 തരത്തിലാണ് മനുഷ്യന്റെ അറിവുകൾ ഉള്ളത്. എന്നാൽ ഈ 3ലും പെടുന്ന ഒന്നല്ല വാസ്തവത്തില് ഈ 2, ഇപ്പൊ ഈ തൊട്ടറിവ്, അതുപോലെ തന്നെ കണ്ടറിവ്, ഈ 2 അറിവിലും പെടുന്നതല്ല പ്രപഞ്ചവും അല്ലെങ്കിൽ മനുഷ്യന്റെയും സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. എന്നാൽ ഇതിനെക്കുറിച്ചുള്ള അറിവെന്ന് പറയുന്നത് അള്ളാഹു തന്നെ മനുഷ്യന് പറഞ്ഞു കൊടുക്കുന്ന ഒരു അറിവാണ്. എങ്ങനെയാണ് പ്രപഞ്ചം ഉണ്ടായത്, എങ്ങനെയാണ് മനുഷ്യനുണ്ടായത്, പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട സൃഷ്ടിപ്പോ അല്ലെങ്കിൽ മനുഷ്യനുമായി ബന്ധപ്പെട്ട അവന്റെ ഉയിർക്കൊള്ളലോ മനുഷ്യ ചിന്തക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നല്ല. അത് ഏതൊരു സൃഷ്ടിപ്പെടുത്താലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് പൊതുവെ നമ്മൾ പറയാറുണ്ടല്ലോ, ഒരു കോഴി എങ്ങനെയാണ് ഉണ്ടായത് എന്ന് ചോദിച്ചാൽ ഇത് കോഴിമുട്ടയിൽ നിന്നാണെന്നാണ് പറയാൻ പറ്റുക. കോഴിമുട്ട എന്തിൽ നിന്നാണ് ഉണ്ടായത് എന്ന് ചോദിച്ചാൽ അത് കോഴിയിൽ നിന്നാണെന്ന് പറയും. പക്ഷെ അതിന്റെ ഇടയിൽ ഏതോ ഒന്ന് ആദ്യമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതെങ്ങനെയെന്നുള്ളത് മനുഷ്യന്റെ ചിന്തയെ ഭ്രംശനം കൊള്ളിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇതേപോലെ തന്നെയാണ് പ്രപഞ്ചം.
അപ്പോൾ ഇത്രയും പ്രവിശാലമായ മനുഷ്യന്റെ ചിന്തക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത, ഇപ്പോഴും ഈ പ്രപഞ്ചത്തിനെ കുറിച്ചുള്ള അറിവ് 5% മാത്രമേ മനുഷ്യന് ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളത്, മനുഷ്യന് ലഭിച്ചിട്ടുള്ളൂ എന്നുള്ളത്. അപ്പൊ അത്രയും പ്രവിശാലമായ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് മനുഷ്യന് ചിന്തിക്കണം. ചിന്തിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. അതുപോലെ തന്നെ മനുഷ്യന്റെ തന്നെ അവൻ ചിന്തിക്കേണ്ടതുണ്ട്, അവൻ അറിയേണ്ടതുണ്ട്. പക്ഷെ ആ അറിവ് ഏതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും? അവന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച്, അവന്റെ തോന്നലുകൾക്കനുസരിച്ച് അവനതിനെ വ്യാഖ്യാനിക്കലാണോ? അതോ അവന്റെ ചിന്തക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒന്ന് അവന് തന്നെ ഏറ്റവും സത്യസന്ധമായി കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കുന്ന അവന്റെ സൃഷ്ടാവിനെ ഉൾക്കൊണ്ടുകൊണ്ട് അവരാ വിഷയത്തെ അറിയലാണോ എന്നൊരു ഒരു കാര്യമാണ് ഇതിലൂടെ അള്ളാഹു മുന്നോട്ട് വെക്കുന്നത്. പ്രത്യേകിച്ച് മനുഷ്യൻ അവന്റെ തന്നെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്നു, അവൻ കുരങ്ങിൽ നിന്നുണ്ടായതാണ്. അപ്പോ അള്ളാഹു മനുഷ്യനോട് പറഞ്ഞു കൊടുക്കുന്നത് നീ എങ്ങനെയാണ് ഉണ്ടായതെന്ന് അള്ളാഹു പറയാം. ഇന്ന് ആ തിയറി പൊതുവെ മനുഷ്യർ അംഗീകരിക്കുന്നില്ലെങ്കിലും അതുമായി ബന്ധപ്പെട്ടു കൊണ്ടുള്ള ചർച്ചയും ഇന്നും നമ്മുടെ നാട്ടില് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ വലിയ ഈ നിരീശ്വരവാദികളുടെ പക്ഷത്ത് നിന്നുള്ള വലിയ ചർച്ചകൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അതിനവര് വേറൊരു തരത്തിൽ വ്യാഖ്യാനിച്ച് ഇന്നതിനെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ഈ ഡാർവിൻ സിദ്ധാന്തത്തെ, ആ തിയറിയെ നമ്മുടെ നാട്ടിലുള്ള അവർ തന്നെ പൂജിക്കുന്ന, അവർ തന്നെ ആരാധിക്കുന്ന, അവരുടെ വലിയ ചിന്തകനായിട്ടെല്ലാം കാണുന്ന വ്യക്തികളെ ഇന്ന് അതിനെല്ലാം തന്നെ വളരെ ബാലിശമായ ഒന്നുകൊണ്ട് അതിനെല്ലാം വിശദീകരിച്ചിട്ട് ഇങ്ങനെ മനുഷ്യരെ വഴിപിഴപ്പിക്കുകയാണ്. അപ്പോ ഇങ്ങനൊരു വാദം കൊണ്ടുവരുന്നതിലൂടെ ഈ പ്രപഞ്ചത്തിന് ഒരു നാഥൻ തന്നെ ഇല്ല, ഇതെല്ലാം ഇങ്ങനെ ഒരു രൂപത്തിൽ ഒന്നിൽ നിന്ന് മറ്റൊന്നായി, അതിൽ നിന്ന് വേറൊന്നായി, അങ്ങനെ അങ്ങനെ ഇങ്ങനെ മാറി വന്ന ഒന്നാണ് മനുഷ്യൻ എന്ന് സ്ഥാപിക്കുകയും മനുഷ്യന്റെ മൂല്യത്തെയോ മനുഷ്യന്റെ പിന്നെ സ്ഥാനത്തെയോ അവനോടുള്ള ആദരവിനെയോ പൂർണ്ണമായിട്ട് നശിപ്പിക്കുകയും അവന് ഇഷ്ടമുള്ളതുപോലെ, അവൻ ഇച്ഛിക്കുന്നത് പോലെ അവന് ജീവിക്കാം, അതിന് ഒരു തടസ്സവുമില്ല, ഇവിടെ ഒരു നിയന്ത്രണവുമില്ല എന്ന തരത്തിലേക്ക് മനുഷ്യൻ വഴിപിഴച്ച പൈശാചികമായ ചിന്തകൾ കൊണ്ട് മനുഷ്യരിൽപ്പെട്ട ഒരു വിഭാഗം, അല്ലെങ്കിൽ പിശാചിൽപ്പെട്ട ഒരു വിഭാഗം മനുഷ്യരെ കൊണ്ടെത്തിക്കുന്നു. അതിനാൽ ഇത്തരം വഴിപിഴപ്പിക്കുന്നവരെ നാം എന്താക്കുകയില്ല, ഇങ്ങനെ സഹായികളായി സ്വീകരിക്കുകയില്ല. നിങ്ങൾ കാണുന്ന ഒന്നല്ല, നിങ്ങളുടെ ചിന്തകൾക്കപ്പുറം, നിങ്ങളുടെ സങ്കല്പങ്ങൾക്കപ്പുറം, നിങ്ങളുടെ പഠന ഗവേഷണങ്ങൾക്കപ്പുറം അതിപ്രവിശാലമാണ് ഈ പ്രപഞ്ചമെന്നും നിങ്ങളുടെ തന്നെ സൃഷ്ടിപ്പ് മഹാ അത്ഭുതമാണെന്നും അള്ളാഹു പറഞ്ഞു വെക്കുകയാണ്. അപ്പോ ഇവരുടെ ഒന്നും തന്നെ സൃഷ്ടിപ്പിനും ഈ പ്രപഞ്ചത്തിന്റെ തന്നെ ഉടലെടുപ്പിനും നാം ഇവരെ ഒന്നും സാക്ഷികളാക്കിയിട്ടില്ല എന്ന് അള്ളാഹു പറയാം. ഇന്ന് മനുഷ്യനെ വഴിപിഴപ്പിക്കുന്നതിലുള്ള നാം ഈ പറഞ്ഞതുപോലെ ഒരു പിന്നെ പ്രധാനപ്പെട്ട ചർച്ചയാണ് മനുഷ്യൻ എങ്ങനെയാണ് ഉടലെടുത്തത്. അപ്പൊ അവനെ പോലും അറിയാത്ത, അവൻ ഒരിക്കലും ഇടപെടലുമില്ലാത്ത ഒന്നിനെ കുറിച്ച് അവൻ ചർച്ച ചെയ്യാണ്, അവൻ എങ്ങനെയാണ് ഉടലെടുത്തത്. പണ്ട് നമ്മുടെ നാട്ടിലെ വളരെ പ്രധാനപ്പെട്ട ഒരാള് ഒരു സദസ്സിൽ വെച്ചിട്ട് ഡാർവിൻ തിയറി ശരിയാണ് എന്ന് കുട്ടികളോട് പറഞ്ഞു. അപ്പോ വളരെ അത്ഭുതമായി തോന്നി. ആ സദസ്സിൽ നമ്മൾ എഴുന്നേറ്റ് നിന്നിട്ട് പിന്നെ അന്ന് പെട്ടെന്ന് മനസ്സിൽ തോന്നിയ ഒരു ആയത്തിന് അപ്പൊ നമ്മൾ പറഞ്ഞു, പിന്നെ ഇദ്ദേഹം പറഞ്ഞത് ഒരു പക്ഷേ വേണമെങ്കിൽ പിന്നെ വിശുദ്ധ ഖുർആന് പറയുന്ന വേറൊരു ആയത്തിനെ അവലംബിച്ചുകൊണ്ട് പറഞ്ഞതായിരിക്കാനാണ് സാധ്യത. കാരണം പിന്നെ വജഅൽന മിൻഹുമുൽ ഖിറദത വൽ ഖനാസീർ എന്ന് അല്ലാഹു പറയുന്നുണ്ടല്ലോ. മനുഷ്യരിൽ ഒരു വിഭാഗത്തെ അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായ സമീപനങ്ങൾ സ്വീകരിച്ചതിന് കാരണമായി അവരിൽ ഒരു വിഭാഗത്തെ പന്നികളും കുരങ്ങന്മാരുമായി അള്ളാഹു പിന്നെ രൂപമാറ്റം വരുത്തിയിട്ടുണ്ട് എന്ന് അള്ളാഹു പറയുന്നുണ്ടല്ലോ. അപ്പോ ഡാർവിൻ ഒരു പക്ഷേ ഡാർവിന് കിട്ടിയ ഫോസിലുകളെല്ലാം തന്നെ അന്ന് അള്ളാഹു കുരങ്ങന്മാരാക്കി മാറ്റിയ ആ മനുഷ്യരുടേതായിരിക്കാനാണ് സാധ്യത. അപ്പൊ അത് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയത് ഇക്കാരം ഈ ഫോസിലിൽ നിന്നാണ്, അതുകൊണ്ട് കുരങ്ങന്മാരിൽ നിന്നാണ് പിന്നീട് മനുഷ്യനുണ്ടായി എന്ന് അദ്ദേഹത്തിന് തോന്നിയത് ഇക്കാരം എന്ന് രസകരമായിട്ട് പറഞ്ഞ് നമ്മൾ ആ പ്രശ്നത്തെ സോൾവ് ചെയ്യുന്നുണ്ടായി. അള്ളാഹുവിനെ പറയുന്നത് വജഅൽനാ മിൻഹുമുൽ ഖിറദത വൽ ഖനാസീർ, അവരിൽ നിന്ന് പന്നികളെയും പിന്നെ കുരങ്ങന്മാരെയും അള്ളാഹു ഉണ്ടാക്കി. ശരിക്കും അവിടെ പിന്നെ
മുഫസ്സിരീങ്ങള് അടിസ്ഥാനപരമായിട്ട് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. നമ്മളും അത് ഇവിടെ പറഞ്ഞതുകൊണ്ട് നമ്മളും അത് മനസ്സിലാക്കേണ്ട ഒരു വിഷയമായിട്ട് ഞാൻ പറയാണ്. അതായത് ആ ആയത്തിന്റെ മുമ്പ് പിന്നെ അള്ളാഹു ശ്രദ്ധേയമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് ഈ ആയത്തുമായിട്ട് വളരെ മാച്ച് ചെയ്യുന്ന ഒരു ചിന്തയാണ് അതിലുള്ളത്. അതായത് പിന്നെ അള്ളാഹു 3 വിഭാഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതില് ഒരു സമൂഹത്തിലെ പണ്ഡിതന്മാര്, അതുപോലെ തന്നെ അവരിലെ നിഷേധികളായ ഒരു സമൂഹം, അവരിലെ ആ നിഷേധികളോട് സംവദിക്കുന്ന ഒരു യുവത്വം, അല്ലെങ്കിൽ ഒരു ചെറിയൊരു വിഭാഗം. ആ വിഭാഗങ്ങളെ കുറിച്ച് അള്ളാഹു പറയാണ്. അതായത് വഇദ് ഖാലത്ത് ഉമ്മത്തും മിൻഹും ലിമ തഇലൂന ഖൗമനില്ലാഹു മുഹ്ലികുഹും ഔ മുഅദ്ദിബുഹും അദാബൻ ശദീദ ഖാലു മഅദിറത്തൻ ഇലാ റബ്ബിക്കും. അപ്പോ നിഷേധികളായ വഴിപിഴച്ച ഒരു സമൂഹത്തെ അവരോട് നന്മ സ്വീകരിക്കുവാനും പടച്ച തമ്പുരാന്റെ നിയമാവലികളെ, അള്ളാഹുവിൽ നിന്നുള്ള നിർദ്ദേശങ്ങളെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് ജീവിക്കാനും ഉപദേശിച്ച ഒരു സമൂഹം നിലകൊണ്ടപ്പോഴേ അവരിൽപ്പെട്ട പണ്ഡിതന്മാര് പറഞ്ഞു, ലൂന, എന്തിനാണ് നിങ്ങൾ ഇവരെ ഉപദേശിക്കാൻ വേണ്ടി പോണത്? അള്ളാഹു അവരുടെ പ്രവർത്തിക്കനുസരിച്ചുള്ള ശിക്ഷയും അവരുടെ ഈ തെറ്റായ സമീപനങ്ങൾക്കുള്ള പിന്നെ പ്രതിഫലവും അള്ളാഹു നൽകിക്കൊള്ളും. നിങ്ങൾ ഇതിലൊന്നും നിൽക്കണ്ട. അപ്പൊ ഇവര് പറയാണ് ഖാലു മഅദിറത്തൻ, അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ ഉദുറ് ബോധിപ്പിക്കാനാണ് ഇതിൽ ചെയ്യുന്നത്. നാളെ പടച്ചോന്റെ മുമ്പിൽ അള്ളാഹു നമ്മളെ സന്നിഹിതരാക്കുമ്പോഴ് നിങ്ങൾ അള്ളാഹുവിന്റെ ഈ വഹീനെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്തിരുന്നോ എന്ന ചോദ്യം ഉണ്ടാകുമല്ലോ. ആ ചോദ്യത്തിന്റെ മുമ്പിൽ അള്ളാഹുവിനോട് ഉത്തരം പിന്നെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് പടച്ചവനെ എന്ന് പറയാനുള്ള, ആ ഉദുറ് ബോധിപ്പിക്കുവാനുള്ള ഒരു ഇടപെടലാണ് നമ്മൾ നടത്തുന്നത്. എന്നാൽ ആ സമൂഹത്തെ തടഞ്ഞ പണ്ഡിതന്മാരെയും ആ നിഷേധികളെയുമാണ് അള്ളാഹു പിന്നീട് കൈകാര്യം ചെയ്തത് എന്ന് പിന്നീടുള്ള വജഅൽനാ മിൻകുമുൽ ഖിറത വൽ ഖനാസീർ എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിന് തഫ്സീർ പറയുന്നുണ്ട്. അപ്പൊ ആരാണ് പന്നികളാക്കിയത്? ഒരു സമൂഹം വഴിപിഴച്ചു പോകുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവരെ വഴിപിഴപ്പിക്കുമ്പോൾ, അതാത് കാലങ്ങളിൽ അതാത് സമയങ്ങളിൽ വളരെ ചിന്താപൂർവം ആ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. കാരണം മനുഷ്യൻ അവന്റെ ചിന്തക്ക് ഭ്രംശനം കൊള്ളുന്ന, അവന്റെ ചിന്തയെ ഭ്രംശനം കൊള്ളിപ്പിക്കുന്ന കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവനൊരിക്കലും സാധ്യമല്ലാത്ത, അവന്റെ ചിന്തക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു വിഷയത്തിൽ ഇടപെടുകയും അവൻ്റെതായിരിക്കുന്ന രൂപത്തിലും ഭാവത്തിലും അവന്റെ ചില ഇഷ്ടാനിഷ്ടങ്ങളെ അവൻ പ്രകടിപ്പിക്കുവാനുള്ള ഒരു ധാരണ വെച്ചുകൊണ്ടുള്ള മനുഷ്യന്റെ ചില ഇടപെടലുകൾ സമൂഹത്തിലെ ഛിദ്രതയും സമൂഹത്തിലെ അധർമ്മവും സൃഷ്ടിക്കുമ്പോൾ അവരെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അവരെ നന്നായി ഉപദേശിക്കേണ്ടതുണ്ട്, ധർമ്മബോധത്തിലേക്ക് ക്ഷണിക്കേണ്ടതുണ്ട്, അവരുടെ തെറ്റുകളെ തിരുത്തി കൊടുക്കേണ്ടതുണ്ട്, അള്ളാഹുവിലേക്കും അവന്റെ ദൈവദൂതന്മാരിലേക്കും ചിന്താപൂർവം ക്ഷണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈമാന് ഒന്ന് തസ്ദീഖിയാണ്, തഹ്ഖീഖിയാണ് എന്നെല്ലാം പണ്ഡിതന്മാര് പഠിപ്പിക്കും. ചിന്ത കൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ അവന് സ്വയം ഉൾക്കൊള്ളേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ സ്വയം ഉൾക്കൊള്ളേണ്ട ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് അവനൊരിക്കലും തന്നെ എത്തിപ്പെടാൻ കഴിയാത്ത, അവനൊരിക്കലും തന്നെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒന്നുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ ഈ പ്രപഞ്ചനാഥനെ അവൻ അവലംബിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. എന്നാൽ തഹ്ഖീഖിയായ കാര്യങ്ങൾ അള്ളാഹുവിന് ബുദ്ധി കൊടുത്തിട്ടുണ്ട്. ആ ബുദ്ധിക്കനുസരിച്ച് എന്താക്കണം? പടച്ച തമ്പുരാന്റെ അല്ലെങ്കിൽ പ്രവാചകന്മാരെ ഉൾക്കൊണ്ടുകൊണ്ട് ചില അടിസ്ഥാന മൂല്യങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട് ചില അടിസ്ഥാന അള്ളാഹുവിൽ നിന്നുള്ള തന്നെ കൽപ്പനകളെ അത് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ആ വിഷയത്തെ എങ്ങനെ മനുഷ്യന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു എന്ന ഒരു ബേസിക് ഒരു സംഗതിയെ വെച്ചുകൊണ്ട് പിന്നെ അവന്റെ ബുദ്ധിയെ ഉപയോഗപ്പെടുത്തി അതിലൂടെ അവൻ എന്താക്കേണ്ടതുണ്ട്? കാര്യങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഇങ്ങനെയാണ് ഈമാന് ഈ തഹ്ഖീഖിയും തസ്ദീഖിയുമായ രണ്ട് കാര്യങ്ങളെ പണ്ഡിതന്മാര് പിന്നീട് വ്യാഖ്യാനിക്കുന്നത്. അപ്പോ ഇതുപോലെ മനുഷ്യന്റെ ചിന്തക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒന്നുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുകയും അവൻ ഒരിക്കലും തന്നെ ഇടമില്ലാത്ത, അവന്റെ ചിന്തകൾക്ക് സ്ഥാനമില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് അവന്റെ പിന്നെ തെറ്റായ സങ്കല്പങ്ങളിൽ നിന്നുകൊണ്ടൊരു വിഷയം പറയുകയും അതിന് പിറകിൽ
മനുഷ്യനെ വഴിപിഴപ്പിക്കുന്ന ഒരു പിന്നെ ഒരു ചിന്താധാരയെ അവതരിപ്പിച്ച് അവനും ഒരു മൃഗമാണെന്ന് പറയുകയും, മൃഗങ്ങളെങ്കിലും എങ്ങനെയാണ് സ്വതന്ത്രരായി ജീവിക്കുന്നത്, തടസ്സമില്ലാതെ, ആരുടെയും ഇടപെടലില്ലാതെ ഒരു മൃഗങ്ങളിലും എങ്ങനെ ജീവിക്കും, അതുപോലെ നിങ്ങൾക്കും ജീവിക്കാം. അത് ഇണചേരുന്നതിലാണെങ്കിലും ശരി, മറ്റു ഏത് വിഷയത്തിലാണെങ്കിലും ശരി, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം എന്ന് പറയുന്ന ഒരു 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 മനുഷ്യന്റെ ഒരു 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 തെറ്റായ സമീപനം, ആ സമീപനത്തെ നിങ്ങൾ നന്നായി കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്ന ഒരു വിഷയം കൂടി അള്ളാഹുദിന്റെ ഉള്ളിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇപ്പോ അതുകൊണ്ടാണ് അള്ളാഹു അമാ കുന്തു മുത്തഖിദൽ മുദില്ലീന അളുദ. ഇപ്പോ ഈ ആയത്ത് ഏറ്റവും നന്നായി വിശദീകരിക്കാൻ, ഇപ്പൊ ഈ തിയറികളിലും തന്നെ പറഞ്ഞ് നന്നായി വിശദീകരിക്കാൻ കഴിയുന്ന ആളുകൾ നമ്മുടെ ഈ കൂട്ടത്തിലുണ്ടാവും. ഈ ആയത്ത് ഞാൻ പറഞ്ഞതുപോലെ മേൽപ്പരപ്പിൽ നിന്ന് ചർച്ച ചെയ്യുമ്പോൾ വളരെ ലളിതമായ ഒരു ഒരായത്തായിട്ട് തോന്നാം. പക്ഷേ ഇത് അഗാധമായ ചിന്തകൾ, മനുഷ്യന് ഇന്നും പുതിയ ലോകത്ത് മനുഷ്യന് സംഭവിച്ച പിഴവുകളെയും അതോടൊപ്പം തന്നെ അതിലൊന്നും തന്നെ ഇടപെടാൻ പറ്റുന്ന ഒരു ഒരു ചിന്താശക്തി ഉള്ളവനല്ല മനുഷ്യൻ എന്ന പാഠവും അള്ളാഹുദിന്റെ ഉള്ളിൽ നൽകുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് നാം എന്ത് പറയുന്നു? അമൻ അസ്തഖു മിനല്ലാഹി ഖീല, അള്ളാഹുവിനെ പോലെ കാര്യങ്ങൾ സത്യസന്ധമായി പറയുന്നവൻ ആരുണ്ട് എന്ന് ചോദിച്ചുകൊണ്ട് ഏറ്റവും സത്യസന്ധമായ ഒന്ന് പറയുന്ന, ഒരു വൃത്താന്തം അവതരിപ്പിക്കുന്ന, കാര്യം പറഞ്ഞു തരുന്ന പ്രപഞ്ച സൃഷ്ടാവിനെ ഉൾക്കൊള്ളലാണ് മനുഷ്യനെ അവന്റെ തന്നെ ആദരവിനും അവന്റെ തന്നെ മൂല്യബോധത്തിനും ഉത്തമമായിട്ടുള്ളത് എന്ന് അള്ളാഹു ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ മനുഷ്യന്റെ ആദരവിന്, മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സൃഷ്ടിയുടെ ആദരവിന്, അവന്റെ തന്നെ മൂല്യത്തെ അവൻ സ്വയം ഉയർത്തിപ്പിടിക്കുവാൻ അവൻ പ്രപഞ്ചനാഥനെ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അവനിൽ നിന്ന് അവന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവൻ പറയുന്ന ഒന്നിനെ അവൻ എന്താക്കേണ്ടതുണ്ട്? അവന് അംഗീകരിക്കുകയും അതിൽ അവന്റെ മഹത്വത്തെ കാണുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടിയെ കുറിച്ച് അള്ളാഹു പറയുമ്പോഴേ അവൻ ഭൂമി എന്തിനു വേണ്ടി സൃഷ്ടിച്ചു എന്നൊരു ബേസ്, ഒരു അടിസ്ഥാന തത്വം അള്ളാഹു പറയും. ഭൂമി എന്തിനു വേണ്ടി സൃഷ്ടിച്ചു? വൽ അർള വളഅഹ ലിൽ അനാം, അത് മനുഷ്യന് വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അപ്പൊ മനുഷ്യന് വേണ്ടി ഭൂമിയെ സൃഷ്ടിച്ചു. അത് എങ്ങനെയാണ് ആ സൃഷ്ടിപ്പ് നടന്നത് എന്ന് അള്ളാഹു പറയാണ്. ഭൂമിയെ നാം ഇങ്ങനെയൊക്കെയാണ്, ഈ ഭൂമിയെ, ഈ പ്രപഞ്ചത്തെ നാം ഉണ്ടാക്കിയത് എന്ന് അള്ളാഹു പറയാണ്. ഇന്ന് അതിലേക്കെല്ലാം മനുഷ്യന് എത്തിപ്പെടുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ആ ഒരു ചർച്ചയും ആ ഒരു ചിന്തയും, അല്ലെ, എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിന്റെ വികാസം സംഭവിച്ചത്, ഇത് എന്തായിരുന്നു, അതിൽ നിന്ന് എങ്ങനെയാണ് ഈ സ്ഫോടനം സംഭവിച്ചത്, എങ്ങനെയാണ് നാം ഈ കാണുന്ന പ്രപഞ്ചം ഉണ്ടായത്. പക്ഷെ അത് നിസാരമായിട്ടാണ് മനുഷ്യൻ അവതരിപ്പിക്കുന്നത്. പക്ഷെ അവിടെയും ഒരു നാഥനെ അവൻ കണ്ടെത്താൻ അവൻ ശ്രമിക്കുന്നില്ല. അപ്പൊ ഒരു ഫോഴ്സ് ഉണ്ടാകുമ്പോൾ അതെങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ച് അവിടെയും അവന് മൗനം പാലിക്കുന്നു. ഒരു സൃഷ്ടാവിനെ സമ്മതിക്കുന്നതിലൂടെ അവന്റെ തന്നെ സ്ഥാനം കൊഴിഞ്ഞു പോകുമെന്ന് അവർ വിചാരിക്കുന്നു. ഇപ്പോ ഈ സൂര്യനെ കുറിച്ച് പറയാൻ മനുഷ്യന് കഴിയില്ല, ഭൂമിയില്ലാതെ ഭൂമിയെ കുറിച്ച് മനുഷ്യന് പറയാൻ കഴിയില്ല. അപ്പൊ ഈ പ്രപഞ്ചത്തിലുള്ള ഓരോന്നും മനുഷ്യന്റെ ചിന്തയെ ഉദ്ദീപിക്കുവാൻ വേണ്ടി അള്ളാഹു വെച്ചു കൊടുത്തതാണ്. അതുകൊണ്ടാണ് ആയത്ത് എന്ന് അള്ളാഹു പറയുന്നത്, ദൃഷ്ടാന്തമാണെന്ന് പറയുന്നത്. അതിപ്പോ മുബിസിറത്തൻ എന്ന വാക്കുണ്ട്. അവിടെ ശരിക്കും മുബിസിറത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ നിങ്ങൾക്ക് വെളിച്ചം നൽകുന്ന ഒന്ന് എന്ന്, നിങ്ങളെ ചിന്തയെ ഉദ്ദീപിക്കുന്ന, നിങ്ങൾക്ക് വെളിച്ചം നൽകുന്ന ഒന്നാണ് ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവനും. എന്ത് വെളിച്ചമാണ് മനുഷ്യന് ഇതെല്ലാം നൽകുന്നത്? അവർക്ക് ഉൾക്കാഴ്ച നൽകുന്ന ദൃഷ്ടാന്തങ്ങൾ, ആ ആയത്തുകൾ അവർക്ക് മുമ്പിൽ വരുമ്പോഴെല്ലാം അവർ നിഷേധികളായി മാറി എന്ന് പറയും. ഈ ഹസൻ ബിൻ ഹൈസമിന്റെ ഇമാം ഷഅറാവി അദ്ദേഹം സൂറത്തു നംലിലെ ഒരു ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഹൈസമിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരായത്ത്, അതായത് മുമ്പ് മനുഷ്യന്റെ കണ്ണിൽ നിന്ന് സ്ഫുരിക്കുന്ന പ്രകാശം കൊണ്ടാണ് ഒരു വസ്തുവിനെ മനുഷ്യൻ കാണുന്നത് എന്നുള്ള ഒരു സങ്കല്പമായിരുന്നു മനുഷ്യർക്ക് ഉണ്ടായിരുന്നത്. അതിനെ തിരുത്തുന്നത് ഇമാം ഹൈസമാണ്. അദ്ദേഹം പറയുന്നത് അങ്ങനെയല്ല, ഒരു വസ്തുവിൽ പ്രകാശം നിൽക്കുമ്പോൾ മാത്രമേ ആ മനുഷ്യൻ അതിനെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ മനുഷ്യൻ ഇരുട്ടിൽ നിന്നാലും ഒരു വസ്തു പ്രകാശത്തിലാണെങ്കിൽ അതിനെ കാണാൻ പറ്റും. അപ്പൊ മനുഷ്യന്റെ കണ്ണിൽ നിന്ന് സ്ഫുരിക്കുന്ന ഒന്നുകൊണ്ടല്ല ഒരു വസ്തുവിനെ കാണാൻ സാധിക്കുന്നത്. എന്നാൽ ആ വസ്തുവിൽ തന്നെ പ്രകാശമുണ്ടെങ്കിൽ മാത്രമേ മനുഷ്യൻ അതിനെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ ആ തിയറിയെ തന്നെ മാറ്റുന്നത് അദ്ദേഹമാണ്. അപ്പൊ അള്ളാഹു പറയുന്നത് ഈ പ്രപഞ്ചത്തിലുള്ള ഓരോന്നും നിങ്ങളുടെ ചിന്തകളെ ഉദ്ദീപിക്കുന്ന, നിങ്ങൾക്ക് വെളിച്ചം നൽകുന്ന,
അതിലൂടെ നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും മൂല്യവത്താക്കുന്ന ദർശനങ്ങൾ നൽകുന്ന ഒന്നാക്കി നാം ഇതിനെ വെച്ചിരിക്കുന്നു. അപ്പൊ ഇതിന്റെ പിറകില് അത് നൽകുന്ന ഏറ്റവും വലിയ വെളിച്ചം എന്താണ്? ഇതിന്റെ പിറകിൽ ഒരു മഹാശക്തി ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ആ മനുഷ്യൻ ആ ശക്തിയെ മറച്ചു പിടിക്കുകയാണ്. ആ മറച്ചു പിടിക്കുന്നതിലൂടെ മാത്രമേ ഞാനെന്ന് പറയുന്ന ഒന്നിന് സ്ഥാനമുണ്ടാകുകയുള്ളൂ എന്ന മനുഷ്യന്റെ തെറ്റായ ധാരണയാണത്. അപ്പോ ഇത് നോക്കൂ, ഞാൻ കണ്ടുപിടിച്ചു എന്നാണ് പറയുന്നത്. ഞാൻ കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ ഇന്ന വസ്തുവിന്റെ പിതാവ് ഇന്ന ആളാണ്. അപ്പൊ അതിലൂടെ ഇല്ല, ഇതിനപ്പുറം അത് വിശദീകരിക്കുമ്പോൾ ഈ പ്രപഞ്ചം നോക്കൂ, ആരാണ് ഇതിനെ സംവിധാനിച്ചിരിക്കുന്നത്, ആരാണ് ഇതിനെ വെച്ചിരിക്കുന്നത്? ഇതിലൂടെ നമ്മുടെ ചിന്തയെ ആ ശക്തി ഉദ്ദീപിച്ചിരിക്കുന്നു. അപ്പൊ ആ മഹാനായ ഒരു സംവിധായകന്റെ ആ സംവിധാനത്തെയും അവന്റെ കഴിവിനെയും അവന്റെ അളമത്തിനെയും ഉൾക്കൊള്ളുകയാണ് ആദ്യം മനുഷ്യൻ ചെയ്യേണ്ടത്. എന്നാൽ അള്ളാഹുവിന്റെ അളമത്തിനെ കുറിച്ച് പറയാതെ, അവന്റെ കഴിവിനെ കുറിച്ച് പറയാതെ, അള്ളാഹു നമുക്ക് നൽകിയ മഹാ അനുഗ്രഹങ്ങളെ കുറിച്ച് പറയാതെ, ഈ പ്രപഞ്ചത്തിലുള്ള ഓരോന്നും മനുഷ്യന്റെ നിർമ്മിതികൾക്കുള്ള ഒരു ഒരു മോഡലുകളാണ്. ഈ പ്രപഞ്ചത്തെ നോക്കിക്കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ അള്ളാഹു സംവിധാനിച്ച ഓരോന്നിനെയും വെച്ചുകൊണ്ടാണ് മനുഷ്യൻ തന്നെ അവന്റെ നിർമ്മിതികളെ നടത്തുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഓരോ നിർമ്മിതികളും അത് ബലിഷ്ഠമാണ്. എന്നാൽ മനുഷ്യന്റെ നിർമ്മിതികളെല്ലാം തന്നെ ന്യൂനമാണ്. അതിൽ ന്യൂനതകൾ ഉണ്ടാവും. എന്നാൽ അള്ളാഹുവിന്റെ നിർമ്മിതിയിൽ ഒരിക്കലും തന്നെ ഒരു ന്യൂനതയും ഉണ്ടാവില്ല. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല വഹുവൽ അസീസുൽ ഗഫൂർ അല്ലദീ ഖലഖ സബഅ സമാവാതിൻ തിബാഖ മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്തിൻ. നീ കണ്ണുകൊണ്ട് നോക്കാനാണ് ആദിക്ക് പറയുന്നത്. മാ തറാ ഫീ ഖൽഖിർ റഹ്മാൻ, പരമകാരുണ്യവാനായ തമ്പുരാന്റെ സൃഷ്ടിപ്പിൽ വല്ല ന്യൂനതയുമുണ്ടോ എന്ന് നീ നോക്കിക്കൊള്ളൂ, നിന്റെ കണ്ണിനെ നീ തുറന്നു വെച്ചുകൊള്ളൂ എന്ന. മാ തറ, തറ എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് നോക്കിക്കാണുന്നതിനെയാണ് തറ എന്ന് പറയുന്നത്. തറ, നീ കാണുന്നില്ലയോ? മാ തറ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്തിൻ ഫർജിഇൽ ബസറ ഹൽ തറ മിൻ ഫുതൂർ. ഇനി സുമ്മർജിഇൽ ബസറ കറത്തൈൻ. ഇവിടെ രണ്ട് പ്രയോഗമാണ് അള്ളാഹു നടത്തുന്നത്. ആദ്യത്തിൽ തറ എന്നും പിന്നെ ബസറ എന്നും. ബസറ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ കണ്ണുകൊണ്ട് നോക്കിയിട്ട് പിന്നെ രണ്ടാമത് ഹൃദയത്തിൽ മനനം ചെയ്യുന്നതിനെയാണ് ബസറ എന്ന് പറയാറ്. അഥവാ കാണുകയും കണ്ണുകൊണ്ട് നോക്കുന്ന ഒന്നിനെ കുറിച്ച് പിന്നീട് അവന്റെ ഹൃദയം കൊണ്ട്, ചിന്ത കൊണ്ട് പിന്നെ അഗാധമായി അതിനെക്കുറിച്ച് പഠിക്കാനുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ് ബസറ എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ബസീറത്ത് എന്നെല്ലാം പറയില്ലേ, ഉൾക്കാഴ്ച എന്നെല്ലാം പറയാറുണ്ടല്ലോ. അതുകൊണ്ട് മുബുസിറത്ത്, അതിൽ നിന്നാണ് മുബുസിറത്ത് എന്ന വാക്കുണ്ടാകുന്നത്. അവിടെ ശരിക്കും മുബസറത്തൻ എന്ന് പറയുന്നതിന് പകരം മുബുസിറത്ത് എന്ന വാക്കാണ് അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോ ഒരു വസ്തുവിനെ നോക്കിക്കൊണ്ട് നിങ്ങൾ നോക്കിക്കൊള്ളൂ ഈ പ്രപഞ്ചത്തിലേക്ക്. നിങ്ങൾ വീണ്ടും നിങ്ങളെ ദൃഷ്ടിയെ ഒന്നുകൂടി മടക്കൂ, ചിന്താപൂർവം മടക്കൂ. എന്നിട്ട് നീ ഹൃദയം കൊണ്ട് മനനം ചെയ്യൂ. നിന്റെ ചിന്ത കൊണ്ട്, നിന്റെ ചിന്തയുടെ എല്ലാ അളവുകോല് വെച്ചും നിന്റെ എല്ലാ കഴിവുകൾ വെച്ചും ഈ പ്രപഞ്ചത്തിലെ ഓരോന്നിലേക്കും നീ നോക്കിക്കൊള്ളൂ. ഹൽ തറാ മിൻ സുമ്മർജിഇൽ ബസറ കറത്തൈൻ യൻഖലിബു ഇലൈക്കൽ ബസറു ഖാസിഅൻ വ ഹസീർ. എല്ലാ നിലക്കും പരാജയപ്പെട്ടുകൊണ്ട് അത് അള്ളാഹുവിനെ കീഴൊതുങ്ങിക്കൊണ്ട് തിരിച്ചു വരുന്നത് കാണാൻ പറ്റുമെന്ന് പറഞ്ഞാല് നിങ്ങളുടെ ചിന്തകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത അപ്പുറമുള്ള ഒരു മഹാലോകമാണ് മനുഷ്യരെ ഇത് എന്നാണ് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കാണുന്ന ഈ ലോകമല്ല, നമ്മൾ നിലവിൽ അനുഭവിക്കുന്നതല്ല നമ്മുടെ ചുറ്റുമുള്ളത് എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു ആസ്ട്രോണമി കൈകാര്യം ചെയ്യുന്ന ആളുകള്, ശാസ്ത്രലോകത്തെ വളരെ ചെറിയൊരു ശതമാനം ആളുകള്, അവര് നിങ്ങളുടെ ചുറ്റും എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. സൂര്യന് ചുറ്റും ഇത്ര 7-8 ഗോളങ്ങൾ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിലെ ഒന്ന് ഭൂമിയായിട്ട് മനുഷ്യൻ എണ്ണുന്നു. ആ ഭൂമിക്കപ്പുറം മറ്റേതെങ്കിലും ഭൂരിപക്ഷം വരുന്ന മനുഷ്യർ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാല് അവരാരും കണ്ടിട്ടുണ്ടാവില്ല. എന്നാൽ അവരത് ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോ അതിലൂടെ നമുക്ക് നൽകുന്ന ഒരു സന്ദേശം എന്താണ്? നിങ്ങൾ ഈ കാണുന്ന, നിങ്ങൾ കവിതകൾ എഴുതുന്ന ഈ നക്ഷത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകമുണ്ടല്ലോ, നിങ്ങൾ വളരെ മനോഹരമായിട്ട് ഇതിനെ നോക്കിയിട്ട് നിങ്ങൾ കവിതകൾ എഴുതുന്നു. പക്ഷേ ഇത് മറ്റൊരു തലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ
അതിഭീകരമായ ഒരു ലോകമാണിതെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കാഴ്ചകൾക്കപ്പുറം ഇതിനപ്പുറം ഒരു വലിയൊരു മഹാപ്രപഞ്ചമാണിത്. ഉരുണ്ടു നീങ്ങുന്ന അഗ്നിഗോളങ്ങളും ചീറിപ്പായുന്ന ഉൽക്കകളുമെല്ലാം നിങ്ങളുടെ ചുറ്റുമുണ്ട് എന്നവർ പറഞ്ഞു വെക്കുകയാണ്. എന്നാൽ നമ്മൾ ഇവിടെ കാണുന്നതിനെല്ലാം തന്നെ വളരെ മനോഹരമായി അതിനെ നമ്മൾ പിന്നെ അലങ്കാര വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുകയും അങ്ങനെ നമ്മൾ കവിതകൾ എഴുതി നമ്മൾ എന്താക്കുകയാണ്, നമ്മൾ സ്വസ്ഥമായി ഇതിൻ്റെ ഉള്ളിൽ കഴിയുകയാണ്. ഒരു മൈക്രോസ്കോപ്പിന്റെ പവറുള്ള കണ്ണാണ് നമുക്കെങ്കിൽ നമ്മളത് മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട്. നമുക്ക് കുടിക്കുവാനോ തിന്നുവാനോ ഇരിക്കുവാനോ നടക്കുവാനോ കഴിയാത്തൊരവസ്ഥാവിശേഷം ഉണ്ടാവും. ചുറ്റും പിന്നെ തിളക്കുന്ന ബാക്ടീരിയകൾ ഇങ്ങനെ തിളഞ്ഞു മറിയുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ കണ്ണിനൊരു മൈക്രോസ്കോപ്പിന്റെ പവറാണെങ്കിൽ, അപ്പൊ മനുഷ്യൻ അവന്റെ നിർമ്മിതികളെ കൊണ്ട് നിങ്ങൾ കാണുന്ന ലോകമല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ഇന്ന് മനസ്സിലാക്കുന്ന ഒരു ലോകമല്ല, ഇതിനപ്പുറം ഇതൊരു വല്ലാത്തൊരു ലോകമാണ് എന്ന് പറയാണ്. അപ്പൊ മനുഷ്യനൊരു അറിവുമില്ലാത്ത വിഷയത്തിൽ അവൻ ഇന്നും അള്ളാഹു പിന്നെ സൂറത്ത് പിന്നെ ആയത്തുൽ കുർസിയില് ഇമാം ഷഹറാബി പറയുന്നത് പോലെ മനുഷ്യൻ കണ്ടെത്തുന്നത് ഒന്നും തന്നെ അത് ഗൈബിയായ കാര്യമില്ല. അത് അള്ളാഹു മനുഷ്യന് ബോധ്യപ്പെടുത്തി കൊടുക്കുമെന്ന് അള്ളാഹു തന്നെ വാഗ്ദാനം ചെയ്ത ഒന്നാണ്. മനുഷ്യരിൽപ്പെട്ട ചില ആളുകൾ, അവർക്ക് അള്ളാഹു ബോധ്യപ്പെടുത്തി കൊടുക്കും. ആരാണ് ചില ആളുകൾ? അതുകൊണ്ട് ഇമാം അബുൽ ഹസൻ അലി നദവി പിന്നെ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാല. അവിടെ മനുഷ്യ സൃഷ്ടിപ്പിനാണ് അള്ളാഹു പറയുന്നത്, അല്ലേ? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അപ്പോ മനുഷ്യന് മറ്റു പ്രവാചകന്മാരിൽ നിന്നും വ്യതിരിക്തമായി അള്ളാഹു മുഹമ്മദ് റസൂലുള്ളാഹിക്ക് വഹി നൽകുമ്പോൾ ആ വഹിയിന്റെ തുടക്കം അഗാധമായ ചിന്തയിൽ നിന്ന് വഹീന് തുടക്കം കുറിക്കുന്നു. എല്ലാ പ്രവാചകന്മാർക്കും അള്ളാഹു വഹി നൽകുമ്പോൾ അള്ളാഹു സ്വീകരിക്കുന്ന സമീപനം എന്താണ്? എങ്ങനെയാണ് അള്ളാഹു സമീപനം സ്വീകരിക്കുന്നത്? എല്ലാ പ്രവാചകന്മാർക്കും അള്ളാഹു വഹീന് തുടക്കം കുറിച്ച് അള്ളാഹു സംസാരിക്കുമ്പോൾ യാ ഖൗമി ഇബ്ദുല്ലാ എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹു തുടങ്ങുക. യാ ഖൗമി ഇബ്ദുല്ലാ, എന്റെ സമൂഹമേ, നിങ്ങളുടെ സൃഷ്ടിനാഥന് നിങ്ങൾ കീഴൊതുങ്ങൂ എന്ന് പറഞ്ഞിട്ടാണ് വഹി തുടങ്ങുന്നത്. അതിൽ നിന്ന് വിദഗ്ധനായി നിൽക്കുന്നത് മുഹമ്മദ് റസൂലുള്ള മാത്രമാണ്. വഹീന് തുടക്കം കുറിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞു ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച മഹോന്നതനായ സൃഷ്ടിനാഥന്റെ നാമത്തിൽ നീ വായിക്കുക എന്ന് പറഞ്ഞിട്ടാണ്. ആരെയാണ് വായിക്കേണ്ടത്? നീ നിന്നെ തന്നെ വായിക്കണം. ഇമാം ഷഹറാബി അങ്ങനെയാണ് പറയും. നീ നിന്നെ തന്നെ വായിക്കണം, ഈ പ്രപഞ്ചത്തെ നീ വായിക്കണം. ഈ പ്രപഞ്ചം ഓരോന്നും നിനക്ക് മുബസുറത്താണ്, നിന്റെ കണ്ണിനെ തുറപ്പിക്കുന്ന, നിന്റെ ചിന്തയെ മഹത്തരമാക്കുന്ന, അതിന്റെ പിറകിലുള്ള മഹാസൃഷ്ടിനാഥന്റെ അളമത്തിനെ ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രപഞ്ചമാണ് നിന്റെ മുമ്പിലുള്ളത്. ദൃഷ്ടാന്തങ്ങളാണ് ഓരോന്നും നിന്റെ മുമ്പിലുള്ളത്. അതുകൊണ്ട് മനുഷ്യന് വേണ്ടി നാം ഈ പ്രപഞ്ചത്തെയും അതിന്റെ ഉള്ളിലുള്ളതിനെയും മുഴുവനെയും നാം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു പറയുന്നതിന്റെ പിറകിലുള്ള തത്വം അതാണ്, ചിന്തയതാണ്. അപ്പൊ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ നാമത്തിൽ നീ വായിക്കണം. അപ്പൊ ഓരോന്നും അതുകൊണ്ട് ഇമാം ഷഹറാവി പറയും തുടക്കം തന്നെ ബിസ്മില്ലാ, ദൈവനാമത്തിൽ എന്ന് അള്ളാഹു പറയുന്നു. ഓരോന്നും അള്ളാഹുവിന്റെ നാമത്തിലായിരിക്കണം. ഒരു ബന്ധവുമില്ലാത്ത ഒരു ബാഇൻ അള്ളാഹു കൊണ്ടുവരുന്നതിലൂടെ ഈ പ്രപഞ്ചത്തെ മുഴുവനും നീ എന്താക്കണം? നീ ദൈവീക നാമത്തിൽ വായിച്ചിരിക്കണം. അത് നിന്റെ ചിന്തയെ ഭ്രംശനം കൊള്ളിപ്പിക്കുന്ന ഒന്നായത് കൊണ്ട് തന്നെ നിനക്ക് ഈ പ്രപഞ്ചത്തിലോ ഈ നിന്റെയോ സൃഷ്ടിപ്പിൽ നിനക്കൊരു പങ്കുമില്ലാത്തത് കൊണ്ട് തന്നെ നീ എങ്ങനെ ഈ ഭൂമിയിൽ ഉടലെടുത്തു എന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്ത അത് നിന്റെ സൃഷ്ടാവിന് വിട്ടുകൊടുക്കേണ്ട ഒരു ചിന്തയാണെന്ന് അദ്ദേഹം പറയുന്നത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. മനുഷ്യനെ ഒരു അട്ടയുടെ ഷേപ്പിലുള്ള ഒരു മാംസപിണ്ഡത്തിൽ നിന്ന് സൃഷ്ടിച്ച നിന്റെ സൃഷ്ടിനാഥൻ. അപ്പോ അവിടെ ഒരു മഹാചിന്ത കൊണ്ടുവരികയാണ് അള്ളാഹു. നിന്റെ തുടക്കം എങ്ങനെയാണ്? നിന്റെ ഉയിർക്കൊള്ളൽ എങ്ങനെയാണ്? അതുകൊണ്ട് പിന്നെ സൂറത്ത് ഹജ്ജ് തുടങ്ങുന്നത് യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, നിങ്ങളെ നാം മണ്ണിൽ നിന്ന് തുടങ്ങി, മണ്ണിൽ പിന്നെ നാം എന്താക്കി? നിങ്ങളുടെ തുടക്കം ഒരു ബീജഗണത്തിലൂടെയാക്കി എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യന്റെ ഓരോ ഘട്ടങ്ങളെ കുറിച്ച് അള്ളാഹു സൂറത്ത് ഹജ്ജിൽ അള്ളാഹു പറയുന്നുണ്ട്. അതിന്റെ ആമുഖത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. ഇവിടെ അള്ളാഹു പറയുന്നത് ഇതുപോലെ
ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം. പേന കൊണ്ട് നിന്നെ എഴുത്തു പഠിപ്പിച്ച നിന്റെ ഉന്നതനായ നാഥന്റെ നാമത്തിൽ നീ വായിക്കുക. ഇവിടെ ഇമാം അബുൽ ഹസൻ അലി നദവി നിന്റെ പേന കൊണ്ട് നിന്നെ എഴുത്തു പഠിപ്പിച്ച എന്ന ഭാഗത്തെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഇമാം അബുൽ ഹസൻ അലി നദവി അദ്ദേഹം പറയുന്നത്, പിന്നെ പേന പിടിക്കുന്നവരാരോ ആവട്ടെ, അത് മനുഷ്യനായാൽ മതി, മനുഷ്യനാണല്ലോ, അവനാണോ ചിന്തയുള്ളത്. അപ്പോ ഒരു മനുഷ്യൻ ചിന്തയോടുകൂടി ഈ പറഞ്ഞതുപോലെ കണ്ണുകൊണ്ട് ഒരു വസ്തുവിലേക്ക് നോക്കുകയും ആ വസ്തുവിനെ കുറിച്ച് അവന്റെ മനോബോധത്തിൽ അതിനെക്കുറിച്ച് മനനം ചെയ്യുകയും അവന്റെ കയ്യിൽ പേനെങ്ങനെ പിടിച്ചിട്ട് മനനം ചെയ്യുകയും ചെയ്താൽ അവനറിയാത്ത കാര്യങ്ങൾ അള്ളാഹുവിന് പഠിപ്പിച്ചു കൊടുക്കും. അല്ലെ, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. അപ്പൊ അള്ളാഹു എന്താക്കും? അവനറിയാത്തത് അവന് പഠിപ്പിച്ചു കൊടുക്കും. അപ്പൊ നമ്മളെ പ്രശ്നം എന്താന്ന് വെച്ചാല് പേരുകൊണ്ട് മനുഷ്യരെ വിഭജിക്കും. നമ്മൾ ഇതിനു മുമ്പ് കുറെ പറഞ്ഞിട്ടുണ്ട്. പേരുകൊണ്ട് മനുഷ്യരെ വിഭജിക്കും. അപ്പൊ ഒരു അറബി പേരല്ലാത്ത ആള് കണ്ടാല് ഞങ്ങളെ ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞിരിക്കണ എന്ന് പറയുന്ന സ്വഭാവം നമുക്കുള്ളത്. ഇത് എവിടെയോ സംഭവിച്ചു പോയ ഒരു ചിന്താ അപജയമാണ് ഈ സമൂഹത്തിന്. അള്ളാഹുവിന്റെ സൃഷ്ടികളിലുള്ള ഒരാൾ വായിച്ചാൽ മതി. ഈ പ്രപഞ്ചനാഥനെ മനസ്സിലാക്കാൻ 3 അടയാളങ്ങളാണ് പൊതുവെ ഈ മനുഷ്യന്റെ മുമ്പിലുള്ളത്. ഒന്ന് ഈ പ്രപഞ്ചമാണ്, മറ്റൊന്ന് മനുഷ്യൻ എന്ന് പറയുന്ന സൃഷ്ടി തന്നെയാണ്, മറ്റൊന്ന് ഇത് രണ്ടിനെയും കൂടി അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന വഹിയാണ്. ഇങ്ങനെ 3 അടയാളമാണ് മനുഷ്യന് പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ അളമത്തിനെ ബോധ്യപ്പെടാനുള്ള അടയാളങ്ങൾ. അള്ളാഹിനെ ബോധ്യപ്പെടാനുള്ളതല്ല. അള്ളാഹു ഉണ്ട് എന്നുള്ളത് മനുഷ്യന്റെ പ്രകൃതിദത്തമായ ഒരു ബോധമാണ്. അത് എത്ര നിഷേധിച്ചിട്ടും കാര്യമില്ല. എന്നാൽ അവനിലേക്ക് ചേർന്ന് നിൽക്കുകയും ഏതൊരു വിഷയത്തിലും പടച്ച തമ്പുരാന്റെ നാമത്തെ മുമ്പേ വെച്ചുകൊണ്ടുള്ള അവന്റെ വ്യാഖ്യാനത്തിന് അവനെ പ്രേരിപ്പിക്കുന്നത്, അവനെ അതിനു വേണ്ടി അവനെ ശക്തിപ്പെടുത്തുന്നത് അള്ളാഹുവിന്റെ അളമത്തിനെ തിരിയുമ്പോഴാണ്. അപ്പോ ഇവിടെ അള്ളാഹുവിന്റെ അളമത്ത് ബോധ്യപ്പെടും എന്നാണ് പറയുക, അള്ളാഹിനെ ബോധ്യപ്പെടും എന്നുള്ളതല്ല. അത് മനുഷ്യന്റെ ഉള്ളിലുണ്ട്. പക്ഷേ നമ്മൾ പറഞ്ഞതുപോലെ അവന്റെ ഞാനാണ് വലിയവനെന്ന, അല്ലെങ്കിൽ ഞാൻ എന്തോ ഒരു സംഭവമാണ്, ഞാൻ കണ്ടെത്തിയത്, ഞാൻ പറഞ്ഞത് എന്നിലൂടെ എന്ന ഞാനെന്ന് പറയുന്ന ഒരു ഭാവത്തെ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ സൂറത്തിൽ തന്നെ നമ്മൾ ഈ 2ാമത്തെ ഭാഗത്ത് നമ്മൾ മനുഷ്യന്റെ അഹങ്കാരം എന്താണ്, ഞാൻ എന്ന ഭാവത്തെ, ഞാൻ എന്ന അവന്റെ ആ ഒരു അഹങ്കാര ധ്വനിയെ പ്രകടിപ്പിക്കാൻ അവൻ എന്താക്കുന്നു? അവന്റെ നാഥനെ മറച്ചു പിടിക്കാൻ എല്ലാ അനുഗ്രഹങ്ങൾക്ക് പിറകിലും അവന് ഇത് നൽകുകയും അവനറിയാതെ അവന്റെ മുമ്പിൽ അതിനെ സൃഷ്ടിച്ചു വെച്ചുകൊണ്ട് അവന് ഇതെല്ലാം സംഭാവന ചെയ്ത ആ നാഥന്റെ മഹത്വത്തെ എന്താക്കുകയാണ്? അവന് മറച്ചു പിടിക്കുകയാണ്. എന്നിട്ട് ഞാൻ എന്ന ഭാവത്തെ പ്രകടിപ്പിക്കുകയാണ്. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ പിന്നെ ഇമാം അബുൽ ഹസൻ അലി നദവി പറയുന്നത്, നീ പേന പിടിച്ചാൽ ചിന്താപൂർവം ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ, അതിലുള്ള ഓരോന്നിലേക്കും നീ നോക്കിയാൽ നിന്റെ ബോധത്തിലേക്ക്, നിന്റെ ചിന്തയിലേക്ക് നീ അറിയാത്ത കാര്യങ്ങൾ അവൻ ഇട്ടുതരും. അത് ഇമാം അബുൽ ഹസൻ പറയുന്നത് അതാണ് മനുഷ്യൻ പിന്നെ ഈ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയിലും അതാണ്. അഥവാ ഈ പ്രപഞ്ചത്തിലെ മഹാദൃഷ്ടാന്തങ്ങളുടെ ന്യൂനമായ വ്യാഖ്യാനങ്ങളാണ് ഇതെല്ലാം തന്നെ. അപ്പൊ മനുഷ്യന് അവൻ നടത്തുന്ന ചെറിയ ചെറിയ വ്യാഖ്യാനങ്ങളാണ് ഈ പിന്നെ ഫന്നുകളെല്ലാം തന്നെ. ഈ പിന്നെ എന്താണ് പറയാ, ഈ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും തുടങ്ങിയിട്ടുള്ള മനുഷ്യന്റെ ഈ പഠന ടെക്സ്റ്റുകളെല്ലാം തന്നെ അത് ഈ പ്രപഞ്ചത്തിന്റെ അവന്റെ ദൃഷ്ടിയിലേക്ക് അള്ളാഹു ഇട്ടുകൊടുത്ത ചെറിയ ചെറിയ വ്യാഖ്യാനങ്ങൾ മാത്രമാണ്. അപ്പൊ ഇത് ചെറിയ വ്യാഖ്യാനമാണെന്നും ഇതില്ലെങ്കിൽ എനിക്കിതൊന്നിനെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല എന്നും എന്റെ മുമ്പിൽ എന്റെ ചിന്തയെ ഉദ്ദീപിക്കുവാൻ അള്ളാഹു വെച്ച അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണെന്നുമുള്ള അടിസ്ഥാനപരമായ തിരിച്ചറിവിൽ നിന്നായിരിക്കണം ഈ പ്രപഞ്ചത്തെ മനുഷ്യന് സമീപിക്കേണ്ടത്. അവനെ തന്നെയും മനുഷ്യനെ സമീപിക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് പ്രപഞ്ചമാണ് പടച്ചോന്റെ അളമത്തിനെ ബോധ്യപ്പെടാനുള്ളത്. പിന്നെ 2ാമത്തത് എന്താണ്? മനുഷ്യൻ അവൻ തന്നെയാണ്. പക്ഷെ അവനെ മറക്കുമ്പോഴാണ്, അവനെ വിസ്മരിക്കുമ്പോഴാണ്, ഞാൻ എങ്ങനെ ഈ രൂപത്തിലേക്ക് മാറ്റപ്പെട്ടു എന്നുള്ളത് അവന് മറക്കുമ്പോഴാണ് അവനിൽ അഹങ്കാരം ഉണ്ടാകുന്നത്.
ധിക്കാരം വരുന്നത്, അല്ലെങ്കിൽ അവന്റെ ഇച്ഛാപൂർണതയ്ക്ക് വേണ്ടി അവനെ തന്നെ മൃഗമായി വ്യാഖ്യാനിക്കുകയും മൃഗത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് മൃഗതുല്യനായി ജീവിക്കാനുള്ള അവന്റെ ത്വര ഉടലെടുക്കുകയും ചെയ്യുന്നത് അവന്റെ സൃഷ്ടിപ്പിന് പിറകിലെ അള്ളാഹുവിന്റെ അളമത്തിനെ അവൻ നിഷേധിക്കുമ്പോഴാണ്. അപ്പോ അത് വഴിപിഴപ്പിക്കുന്ന വഴിപിഴച്ച ഒരു ചിന്താധാരയാണ്. അതിനാൽ ഇത്തരം വഴിപിഴച്ചവരെ നാം നമ്മുടെ സഹായികളായി ഒന്നിനും സ്വീകരിക്കൂല, അതിന്റെ ആവശ്യമില്ല എന്ന് അള്ളാഹു പറയാണ്. അപ്പൊ ഇവിടെ ഇതിന്റെ എല്ലാം സൃഷ്ടിപ്പിന് ഇന്നതാണ് കാരണം ഇവന്മാരാണ് പറഞ്ഞത്. ചിന്താശൂന്യരായ, അവർക്ക് തന്നെ അവരെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത, അവന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അവൻ ഒരിക്കലും ഈ പ്രപഞ്ചത്തിൽ അവന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ കഴിയാത്ത, അവനറിയാത്തൊരു നിമിഷം ഒരു പളുങ്കുപാത്രം ഭൂമിയിൽ വീണ് ഉടഞ്ഞു പോകുന്നത് പോലെ അവൻ തന്നെ ഉടഞ്ഞു പോകുന്ന, അവൻ നനച്ചിരിക്കാത്തൊരു സമയം ഈ ഭൂമിയിൽ നിന്നും വിടചൊല്ലിപ്പോകുന്ന വളരെ ദുർബലനായൊരു സൃഷ്ടി, അവനെക്കുറിച്ച് പറയാണ്, അവനെക്കുറിച്ച് സംസാരിക്കുകയാണ്. എന്നാൽ അവനെക്കുറിച്ച് സംസാരിക്കാം, ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പറയാം, പക്ഷേ അതിന്റെ അടിസ്ഥാനപരമായ അറിവ് നിങ്ങൾ ആരിൽ നിന്നാണ് സ്വീകരിക്കേണ്ടത്? ആ അറിവിനെ വെച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ ഈ പ്രപഞ്ചത്തെയും നിങ്ങളെയും നിങ്ങൾ എന്താക്കേണ്ടത്, പഠിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ നാമത്തിലായിരിക്കണം നിന്റെ പഠനവും നിന്റെ ഗവേഷണവും നിന്റെ അന്വേഷണങ്ങളും നിന്റെ അന്വേഷണ ത്വരയുമെല്ലാം ഉണ്ടാവേണ്ടത്. അല്ലാതെ ഇത് മറന്നുകൊണ്ടാവരുത്. ഇത് മറക്കുന്ന രീതി അത് പൈശാചികമാണ്. അതിനാൽ അവർ പറയുന്നതൊന്നും തന്നെ അടിസ്ഥാനപരമായ സത്യമല്ല, അസംഗതിയല്ല. അതിനാൽ അവരെ നാം എന്താക്കിയിട്ടില്ല, ഈ പ്രപഞ്ചത്തിന്റെയോ അവരുടെയോ സൃഷ്ടിപ്പിനെ നാം അവരെ ഒരിക്കലും സാക്ഷികളാക്കിയിട്ടില്ല. അഥവാ പ്രപഞ്ചം എന്താണ്? അപ്പൊ അള്ളാഹു പറയും, നമ്മൾ പറഞ്ഞതുപോലെ പിന്നെ നാം ഈ പ്രപഞ്ചത്തെ നാം സൃഷ്ടിച്ചു ആർക്ക് വേണ്ടി? മനുഷ്യന് വേണ്ടി. അതൊരു ബേസ്, ഒരു മനോഹരമായിട്ടാണ് ഇങ്ങനെ ഓരോ തത്വങ്ങളെ കൊണ്ടുവന്ന് ഇമാം ഷഅറാബി ഇതിനെ വിശദീകരിക്കുന്നത് കേട്ടോ. വൽ അർള വളഅഹാ ലിൽ അനാം, ഭൂമി ആർക്ക് വേണ്ടി സൃഷ്ടിച്ചു? മനുഷ്യന് വേണ്ടി നാം സൃഷ്ടിച്ചു. അപ്പം മനുഷ്യൻ ആരാണ്? ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, നാം മനുഷ്യനെ നമ്മുടെ പ്രതിനിധിയാക്കിയിരിക്കുന്നു. അപ്പൊ പ്രതിനിധി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിന്റെ ബലിഷ്ഠമായ നിർമ്മിതികളുടെ വളരെ ന്യൂനമായ മോഡൽ അവതരിപ്പിക്കുന്നവനാണ് മനുഷ്യനെ. അപ്പൊ അവനെ നിർമ്മിതിക്ക് വേണ്ടി അവന്റെ ചിന്തയെ ഉദ്ദീപിക്കുവാൻ ഈ പ്രപഞ്ചത്തെ അള്ളാഹു ഒരുക്കിയിരിക്കുന്നു. അപ്പൊ പക്ഷികളിലേക്ക് നോക്കിക്കൊണ്ട് പക്ഷിയെ പോലെ പറക്കുവാൻ, മത്സ്യങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് മത്സ്യങ്ങളെ പോലെ ഊളിയിട്ട് സമുദ്രാഴിയിലേക്ക് പോകാൻ, അങ്ങനെ ഓരോന്നിന്റെയും വേഗതയെ കുറിച്ച് പഠിച്ച് അതുപോലെ വേഗതയിൽ വസ്തുക്കളെ നിർമ്മിക്കുവാൻ, അങ്ങനെ ഓരോന്ന് ഈ പ്രപഞ്ചത്തിൽ ഓരോന്നും അവന്റെ ചിന്തയെ ഉദ്ദീപിക്കുന്നു. അപ്പോ മനുഷ്യന് വേണ്ടി വെച്ചിരിക്കുന്നു. മനുഷ്യനെ അള്ളാഹുവിന്റെ ഖലീഫയായിരിക്കുന്നു. മനുഷ്യനാരാണ്? വലഖദ് കറംനാ ബനി ആദമ, ഈ ഖലീഫയെ നാം ആദരിച്ചിരിക്കുന്നു. അപ്പൊ ആദരവ് എന്ന് പറയുന്നത്, ബഹുമാനം എന്ന് പറയുന്നത്, അത് മനുഷ്യനുണ്ടാകുന്നത് എപ്പോഴാണ്? അവൻ ഉത്കൃഷ്ടനാണ് എന്ന തിരിച്ചറിവുണ്ടാകുമ്പോഴാണ്. അവൻ ഉത്കൃഷ്ടനാണ്, അള്ളാഹുവിന്റെ ഏറ്റവും ഉത്കൃഷ്ട സൃഷ്ടിയാണ്. ഈ പ്രപഞ്ചനാഥനിൽ നിന്ന് ഭൂമിയിൽ അവതരിച്ച ഉത്കൃഷ്ട സൃഷ്ടിയാണ് മനുഷ്യൻ എന്ന ബോധം ഉണ്ടാവുമ്പോഴാണ്. എന്നാൽ ഈ തിയറിയെ തെറ്റിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? തെറ്റിച്ചു കഴിഞ്ഞാല് മനുഷ്യന് ഈ പ്രപഞ്ചം ഓന്റെ തോന്നലുകൾക്ക് പറയും ഇങ്ങനെ ഉണ്ടായത്. അതിൽ മനുഷ്യനാരാണ്? കുരങ്ങിൽ നിന്നാണ്. അപ്പോ കുരങ്ങിനോട് മനുഷ്യന്റെ സമീപനം എന്താണ്? അവന്റെ സമീപനം ഒരു മൃഗമാണ്, വലിയ ആദരവൊന്നുമില്ല, അതിനോട് വലിയ ബഹുമാനമൊന്നുമില്ല. അപ്പോ എങ്കിൽ അത്ര മതി മനുഷ്യന്, അതാണ്. അപ്പൊ വളരെ നിന്ദ്യമായ അവസ്ഥയിലേക്ക് മനുഷ്യൻ അവന്റെ ചിന്തകളെ കൊണ്ട് അവന്റെ സൃഷ്ടിപ്പിനെ വ്യാഖ്യാനിക്കുമ്പോൾ, അവന്റെ തോന്നലുകൾക്കനുസരിച്ച് അവനെ വ്യാഖ്യാനിക്കുമ്പോൾ കൊണ്ടുപോകും. എല്ലാ മനുഷ്യരും ആദരിക്കപ്പെടേണ്ടവരാണ്, അവൻ ബഹുമാനിക്കപ്പെടേണ്ടവരാണ്. അവന്റെ ബഹുമാനവും ആദരവും നിലനിൽക്കുന്നത് അവൻ ഉത്കൃഷ്ടനാണ് എന്ന തിരിച്ചറിവിൽ നിന്നാണ്. അപ്പൊ അവന്റെ തുടക്കം ഒരു മൃഗത്തിൽ നിന്നുള്ളതല്ല,
അത് അള്ളാഹുവിന്റെ മഹത്തായ ഇടപെടലിലൂടെ സംഭവിച്ച ഒരു ഉത്കൃഷ്ടമായ ഒരു സൃഷ്ടിയാണ് ഈ തോന്നലാണ്. ഇതാണ് ഇതിന്റെ ഒരു ചെറിയൊരു ഒരു ഒന്നുകൂടി ഇതിനെ ചുരുക്കി പറഞ്ഞാലുള്ള ഇതിന്റെ ഒരു സാരം ഇതാണ് ഈ ആയത്തിന്റെ. നീ ഉത്കൃഷ്ടനാണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ നടക്കുന്ന ചർച്ചകൾ, ഞാൻ ഇന്നതിൽ നിന്ന് വന്നതാണ് എന്ന ചർച്ച, അല്ലെങ്കിൽ ഇതിന്റെ എല്ലാം പിറകിൽ വളരെ നിസാരമായിക്കൊണ്ട് ഇതെല്ലാം ഒരു ഒരു ബിഗ് ബാങ് തിയറിയിലൂടെ സംഭവിച്ചതാണ് നിസാരമായിട്ട് പറയുന്ന ഒരു സംഭവം. അങ്ങനെ തന്നെ പറയുമ്പോൾ ഇതെല്ലാം പെട്ടെന്ന് ഇങ്ങനെ അങ്ങോട്ട് തെറിച്ചു പോയി എന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണോ? അങ്ങനെയൊന്നുമല്ല. അതിൽ വളരെ നിസാരമായിട്ട് അങ്ങ് പറയുകയാണ്. പക്ഷെ അതിന്റെ അപ്പുറം ഇത് വളരെ കണിശമായ സമയത്തിന്റെ ഉള്ളിൽ ഓരോന്നും അതിന്റെ ഭ്രമണപഥത്തിലൂടെ ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോന്നും അതിന്റെ ധർമ്മങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഭൂമിയിൽ മനുഷ്യന്റെ സമയങ്ങളും അവന്റെ ജീവനും ആവശ്യമായ രൂപത്തിൽ ഇതിനെല്ലാം തന്നെ അള്ളാഹു ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. അത് കണിശമായി സമയം തെറ്റാതെ, ഒരു നിമിഷം പോലും തെറ്റാതെ അതിന്റെ ഭ്രമണപഥത്തിൽ നിന്ന് ഒന്ന് ഒരു ലെവലേശം മാറി സഞ്ചരിക്കാതെ എല്ലാം അതിന്റെ കണിശമായ അതിന്റെ വേഗതയിൽ, അതിന്റെ ഭ്രമണപഥത്തിൽ അതെല്ലാം തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതൊന്നും വെറുതെ അങ്ങ് ഉണ്ടായതല്ല, നിസാരമായിട്ട് പറയാൻ പറ്റുന്ന ഒന്നല്ലതൊന്നും. അപ്പോ ഇതിന്റെ ഒന്നും തന്നെ സൃഷ്ടിപ്പിന് നിങ്ങൾ ആരെയും എന്താക്കിയിട്ടില്ല, നാം സാക്ഷികളാക്കിയിട്ടില്ല. നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങളെ തന്നെ നിന്ദിക്കുന്ന, നിസാരവൽക്കരിക്കുന്ന, അവഹേളിക്കുന്ന രൂപത്തിലുള്ള സൃഷ്ടിപ്പൊന്നുമല്ല നിങ്ങളുടേത്. നിങ്ങൾ ഉത്കൃഷ്ടരാണ്. അതിനൊന്നും നിങ്ങളെ നാം സാക്ഷികളാക്കിയിട്ടില്ല. നാം ഒരിക്കലും തന്നെ വഴിപിഴപ്പിക്കുന്നവരെ, വഴിതെറ്റിപ്പോകുന്നവരെ നാം നമ്മുടെ സഹായികളായി സ്വീകരിക്കുകയുമില്ല. അള്ളാഹു നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ഖുർആനെ നന്നായി പിന്നെ ഒരു പുതിയ തലമുറക്ക് ഏറ്റവും നന്നായി ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതിന്റെ ആവശ്യകതയിലും നന്നായി തിരിയുന്നവരാണ് നമ്മൾ. അപ്പോ നന്നായി ബോധ്യപ്പെടുത്തി കൊടുക്കുക. അള്ളാഹു നമ്മളെല്ലാം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. വാഹൃദ അസ്സലാമു അലൈക്കും.